ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്ക് 2008 ഞാൻ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രമേനോന്റെ സിനിമയിലോട്ട് വരുന്നത്. ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയെ. അപ്പോൾ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച്. സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച്. ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി പോയത്. കമ്പിപ്പാരെ നോക്കിയത് കിട്ടിയത് കിണ്ടിയായത് നിന്റെ ഭാഗ്യം. എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി പോയത്. എല്ലാവരും ഗ്രൗണ്ടിൽ ജഗദീഷ് ചേട്ടനും എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഷെയർ വിത്ത് പുള്ളിക്കാരൻ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടി വന്നു. ജയസൂര്യൻ പുറകെ ഓടി വെച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കും, അതിന് എസ് ഓർ നോ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി. നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം. അപ്പൊ നോ എസ് ഓർ നോ എന്ന് പറയാനല്ല പറഞ്ഞ നോ എന്ന് പറഞ്ഞ അത്ര. തുറന്നു പറച്ചിലിനൊപ്പം അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും കൂടി പറഞ്ഞു വെക്കുന്നു. നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും കൂടി പറഞ്ഞു വെക്കുന്നു. ജാമ്യം വരെ കിട്ടില്ല. ഇനി എന്നാ ചെയ്യും കർത്താവേ?